യുദ്ധത്തിൽ നേരിട്ട് ഏറ്റുമുട്ടി ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ ആളില്ലാത്ത ഗ്രൗണ്ടിൽ ഗോളടിച്ച് സ്വയം വിജയം പ്രഖ്യാപിക്കുന്ന ചിലരുണ്ട്. അത്തരത്തിലൊരു വില കുറഞ്ഞ നാടകമാണ് ചെങ്കടലിൽ ഇപ്പോൾ ഹൂതി ഭീകരർ നടത്തിയിരിക്കുന്നത്. സൗദിയെ തോൽപ്പിച്ചു എന്ന് വരുത്തീർക്കാൻ വേണ്ടി ഒരു ഉപയോഗവുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട പഴയ ഒരു കപ്പലിൽ മിസൈൽ ഇട്ടിട്ട് വീരവാദം മുഴക്കുകയാണ് ഇറാൻ അനുകൂലികളായ ഈ തീവ്രവാദികൾ. ഹൂതികളുടെ ഈ വ്യാജ പ്രൊപ്പഗണ്ടയുടെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു വന്നതോടെ ലോകത്തിന് മുന്നിൽ വീണ്ടും പരിഹാസ്യരായിരിക്കുകയാണ് ഇവർ. യമനിലെ തന്ത്രപ്രധാനമായ മോഖ തുറമുഖത്തിന് സമീപം വെച്ച് സൗദി അറേബ്യയുടെ ഒരു സൈനിക കപ്പലും അതിനെ അനുഗമിച്ചിരുന്ന മറ്റു 4 കപ്പലുകളും തങ്ങൾ മിസൈൽ അയച്ച് തകർത്തു എന്നായിരുന്നു ഹൂതികളുടെ അവകാശവാദം. ബാബ് എൽ മണ്ടേബ് കടലിടുക്കിൽ വെച്ച് തങ്ങൾ 6 മിസൈലുകൾ പ്രയോഗിച്ചുവെന്നും ഹൂതി സൈനിക വക്താവ് യഹ്യ സരിയ വീരവാദം മുഴക്കിയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതല്ല. ഹൂതികൾ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അറ്റകുറ്റപ്പണികൾക്കായി സർവീസ് നിർത്തിവെച്ച പൂർണ്ണമായും ആളൊഴിഞ്ഞ ഒരു കപ്പലിലായിരുന്നു. ഈ യാഥാർത്ഥ്യം യമൻ സർക്കാർ വൃത്തങ്ങൾ തന്നെ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയതോടെ ഹൂതികളുടെ നാടകം പൂർണ്ണമായും പൊളിഞ്ഞടുങ്ങുകയായിരുന്നു. സൗദി അറേബ്യയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കെൽപ്പില്ലാത്തത് കൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ട കപ്പൽ ആക്രമിച്ച് തങ്ങളുടെ അണികളെ ആവേശം കൊള്ളിക്കാനുള്ള ഒരു പാഴ്ശ്രമത്തിന് ഈ ഭീകരർ ഇറങ്ങിത്തിരിച്ചത്. ബാബ് എൽ മണ്ടേബ് കടലിടുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കപ്പൽ പാതകളിലാണ്. ഈ മേഖലയിൽ പല രാജ്യങ്ങളുടെയും വാണിജ്യ കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തുന്ന ഒരു ആഗോള ഭീഷണിയാണ് ഹൂതികൾ. ഈ ഭീകരവാദികളെ നിലയ്ക്ക് നിർത്താൻ സൗദി അറേബ്യ സ്വീകരിക്കുന്ന കർശന നടപടികളാണ് ഹൂതികളെ ഇത്തരം വില കുറഞ്ഞ നാടകങ്ങൾ കളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ സൗദി അറേബ്യയെ പോലൊരു വലിയ വമ്പൻ സാമ്പത്തിക ശക്തിയെ തകർക്കാൻ ഈ ആളില്ലാ കപ്പൽ ആക്രമണം കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് ഹൂതികൾ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. വ്യാജ വാർത്തകൾ ചമച്ച് ഭീകരതയെ വെള്ളപൂശാനുള്ള ഇത്തരം ശ്രമങ്ങൾ അവരുടെ തന്നെ പരാജയത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്.